പ്രേക്ഷകർക്കെല്ലാം സുഖമെന്ന് വിശ്വസിക്കുന്നു. തോഷിബ ഓർമ്മയുണ്ടോ? ജപ്പാനിലെ തോഷിബ. പണ്ട് നമ്മുടെ വീടുകളിലെ ടിവിയും VCR പ്ലെയറും കാസറ്റ് പ്ലെയറും ഒക്കെ തോഷിബയായിരുന്നു. തോഷിബ മെയ്ഡ് ഇൻ ജപ്പാൻ, അതായിരുന്നു 1980കളിൽ പ്രൊഡക്റ്റുകളുടെ ഗുണനിലവാരത്തിൻ്റെ പര്യായം. അമേരിക്കൻ കമ്പനികളെക്കാൾ കുറഞ്ഞ വിലയ്ക്ക് മികച്ച ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ ജപ്പാൻ വിപണിയിലെത്തിച്ച കാലം. അന്ന് ഈ വളർച്ചയുടെ മുൻനിരയിലായിരുന്നു തോഷിബ. പക്ഷേ 1987 ചില സംഭവങ്ങളുണ്ടായി. തോഷിബ മെഷീൻ കമ്പനി സോവിയറ്റ് യൂണിയന് അത്യാധുനികമായ 8 കമ്പ്യൂട്ടറൈസ്ഡ് മില്ലിംഗ് മെഷീനുകൾ വിറ്റു എന്നതായിരുന്നു ആരോപണത്തിൻ്റെ തുടക്കം. അമേരിക്ക എല്ലാ കാലവും പോലെ ഈ ഒരു കോൺസ്പിറൻസി പ്രൊപ്പഗണ്ട തുറന്നുവിടുന്നു. സോവിയറ്റ് മുങ്ങിക്കപ്പലുകളുടെ പ്രൊപ്പല്ലറുകൾ കൂടുതൽ നിശബ്ദമാക്കാൻ തോഷിബയുടെ ഈ മെഷീനുകൾ സഹായിച്ചുവെന്നും ഇതുവഴി അമേരിക്കൻ റഡാറുകൾക്ക് അവയെ കണ്ടെത്താൻ കഴിയാതായെന്നും US ആരോപിച്ചു. ഈ ആരോപണത്തെ ആസൂത്രിതമായി അവരങ്ങ് വളർത്തി. ഈ ഒരു ഇടപാടിൻ്റെ പേരിൽ അമേരിക്കൻ കോൺഗ്രസ് തോഷിബയ്ക്കെതിരെ തിരിഞ്ഞു. വാഷിംഗ്ടണിലെ ക്യാപിറ്റൽ ഹില്ലിന് മുന്നിൽ അമേരിക്കൻ ജനപ്രതിനിധികൾ പരസ്യമായി തോഷിബയുടെ റേഡിയോകളും മറ്റും ചുറ്റിക കൊണ്ട് അടിച്ചു തകർക്കുന്ന ദൃശ്യങ്ങൾ ലോകമെമ്പാടും പ്രചരിച്ചു. ഇന്നത്തെ പോലെ തുറന്ന വിപണിയല്ല അന്ന് ലോകം. അമേരിക്ക മാത്രമായിരുന്നു കമ്പോളം. അമേരിക്ക അടിച്ചു പൊട്ടിച്ചാൽ ഏത് വമ്പനും തകരും. അത്രയ്ക്ക് മോണോപ്പൊളിയും അഹങ്കാരവുമായിരുന്നു അവർക്ക്. സോവിയറ്റ് യൂണിയന് ടെക്നോളജി കൈമാറിയെന്നാരോപിച്ച് തോഷിബയ്ക്ക് കോടിക്കണക്കിന് ഡോളർ US പിഴയായി ഈടാക്കി. തോഷിബ ഗ്രൂപ്പ് ചെയർമാനും പ്രസിഡന്റും രാജിവെച്ചു. അമേരിക്കൻ പത്രങ്ങളിൽ തോഷിബയ്ക്ക് മുഴുവൻ പേജ് പരസ്യം നൽകി മാപ്പ് ചോദിക്കേണ്ടി വന്നു. എന്നിട്ടും കലിയടങ്ങാതെ തോഷിബയുടെ പ്രൊഡക്റ്റുകൾക്ക് അമേരിക്കയിൽ 5 വർഷത്തേക്ക് നിരോധനം ഏർപ്പെടുത്തി. തോഷിബ നിന്ന നിൽപ്പിൽ മാർക്കറ്റിൽ തകർന്ന തരിപ്പണമായി. അതായിരുന്നു അമേരിക്കയ്ക്ക് വേണ്ടതും. കാരണം തോഷിബയുടെ തെറ്റ് സോവിയറ്റ് യൂണിയനുമായുള്ള കച്ചവടമായിരുന്നില്ല, മറിച്ച് അമേരിക്കൻ ചിപ്പ് നിർമ്മാതാക്കളായ ഇന്റലിനും IBMനും ഭീഷണിയായി സെമി കണ്ടക്ടറിൽ അവർ വളരുന്നു എന്നതായിരുന്നു. വിവാദത്തോടെ തോഷിബയുടെ പ്രതിച്ഛായ തകർന്നു. ആഗോള വിപണിയിൽ ജാപ്പനീസ് കമ്പനികൾ ഭയപ്പെട്ടു തുടങ്ങി. ഇത് മുതലെടുത്ത് അമേരിക്കൻ കമ്പനികൾ വിപണി തിരിച്ചുപിടിച്ചു. ജപ്പാന്റെ സെമി കണ്ടക്ടർ വിപ്ലവം അവിടെ അവസാനിച്ചു. ജപ്പാൻ എന്ന രാജ്യത്തിൻ്റെ നട്ടലായ കോർപ്പറേറ്റ് ആയിരുന്നു തോഷിബ. ആ തോഷിബയെ ഇല്ലാതാക്കാൻ അമേരിക്ക ശ്രമിച്ചത് ഇലക്ട്രോണിക്സിൽ ജപ്പാൻ ലോകശക്തിയാകരുത് എന്ന് തീരുമാനിച്ച് തന്നെയാണ്. തോഷിബ ഒരു ഉദാഹരണമാണ്. എല്ലാ രാജ്യങ്ങൾക്കുമുള്ള മുന്നറിയിപ്പ് പോലെ ഒരു ഉദാഹരണം. എഡിറ്റോറിയൽ ഇൻസൈറ്റ്സിലേക്ക് സ്വാഗതം. 21ാം നൂറ്റാണ്ടിൻ്റെ ഈ 3ാം ദശകത്തിൽ നമ്മൾ ഇന്ത്യക്കാർ ഒരു നിർണായക സന്ധിയിലാണ്. 2025 അവസാനിക്കുമ്പോൾ ലോകത്തെ 4ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറിയ ഇന്ത്യ 2030ഓടെ $7.3 ട്രില്യൺ GDPയുമായി 3ാം സ്ഥാനത്തേക്ക് കുതിക്കുകയാണ്. ഈ മഹാപ്രയാണത്തിൻ്റെ നട്ടെല്ലെന്താണ്? ഇന്ത്യയിലെ വൻകിട കോർപ്പറേറ്റ് ഗ്രൂപ്പുകളാണ്. മെക്കൻസി & കമ്പനി അടുത്തിടെ പുറത്തുവിട്ട കോൺഗ്ലോമറേറ്റ്സ് 3.0 എന്ന റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് പോലെ രാജ്യത്തിൻ്റെ വളർച്ചയുടെ ചുവട് പിടിച്ച് വൈവിധ്യവൽക്കരണത്തിലൂടെയും ലോകമാകെയുള്ള വിപുലീകരണത്തിലൂടെയും ടാറ്റ, റിലയൻസ്, അദാനി, L&T, ബിർള, മഹീന്ദ്ര തുടങ്ങിയ ഗ്രൂപ്പുകൾ ഇന്ത്യയുടെ സാമ്പത്തിക ഭൂപടം മാറ്റിവരച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇന്ത്യയെ ക്ഷീണിപ്പിക്കാൻ ഈ കോർപ്പറേറ്റുകളെ താറടിച്ചാൽ മതി. ഇന്ത്യയെ പിടിച്ചുകെട്ടാൻ നമ്മുടെ കോർപ്പറേറ്റുകളെ മാനം കെടുത്തിയാൽ മതി. അതിന് ഏതടവും രാജ്യത്തിൻ്റെ ശത്രുക്കൾ എടുക്കാം. രാജ്യമാകെ കോർപ്പറേറ്റുകളെ വെറുക്കാൻ കെൽപ്പുള്ള എല്ലാ കളികളും അവർ കളിക്കും. നാസിക്കിലെ TCSൽ ഇപ്പോൾ നടത്തുന്ന കളി പോലെ. കാരണം ടാറ്റ ഇന്ത്യയുടെ ജീവവായുവാണ്. ടാറ്റയെ അവമതിക്കാൻ ഏത് വഴിയും തരം പോലെ നോക്കും. ലക്ഷ്യം തകർക്കലാണ്. ടാറ്റ കൺസൾട്ടൻസി സർവീസസ് TCS കേവലം ഒരു IT കമ്പനിയല്ല ഇന്ന്, മറിച്ച് ആഗോളതലത്തിൽ ഇന്ത്യയുടെ ടെക്നോളജി കരുത്തടയാളപ്പെടുത്തുന്ന ഒരു ജയന്റ് തന്നെയാണ്. 2026 ഏപ്രിലിലെ ഫിനാൻഷ്യൽ റിപ്പോർട്ട് പ്രകാരം TCSന്റെ വാല്യൂ ഏകദേശം 2.67 ലക്ഷം കോടി രൂപയാണ്. 2026 കണക്കനുസരിച്ച് TCSന്റെ AI അധിഷ്ഠിത സേവനങ്ങളിൽ നിന്നുള്ള വരുമാനം മാത്രം $2.3 ബില്യൺ കടന്നു. TCS മാത്രമല്ല, നമ്മുടെ കോർപ്പറേറ്റുകളെല്ലാം അതീവ ശ്രദ്ധ പുലർത്തേണ്ട കാലമാണിത്. കാരണം കഴിഞ്ഞ 10-15 വർഷങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ തലയെടുപ്പുള്ള കോർപ്പറേറ്റ് ഗ്രൂപ്പുകൾ രാജ്യമാകെ വരുത്തിയ മാറ്റങ്ങൾ കേവലം കെട്ടിടങ്ങളോ ഫാക്ടറികളിലോ ഒതുങ്ങുന്നതല്ല. സാധാരണക്കാരൻ്റെ ജീവിതത്തെയും രാജ്യത്തിൻ്റെ സുരക്ഷയെയും പൊതിഞ്ഞു പിടിച്ചിരിക്കുന്ന തൊട്ടറിയാവുന്ന നേർസാക്ഷ്യങ്ങളാണ്. ഒരു പതിറ്റാണ്ട് മുമ്പ് വരെ ഇൻ്റർനെറ്റ് എന്നത് നഗരങ്ങളിലെ സമ്പന്നർക്ക് മാത്രം പ്രാപ്യമായ ഒന്നായിരുന്നുവെങ്കിൽ അതിനെ ഇന്ത്യയിലെ ഏത് സാധാരണക്കാരനും പ്രാപ്യമാക്കിയത്
റിലയൻസും ടാറ്റയും എയർടെല്ലും മുന്നിൽ നിന്ന് നയിച്ച ഡിജിറ്റൽ വിപ്ലവത്തിലൂടെയാണ്. ഇന്ന് ഗ്രാമങ്ങളിലെ വഴിയോര കച്ചവടക്കാർ വരെ UPI ഉപയോഗിക്കുന്നത് ഈ കോർപ്പറേറ്റുകൾ നൽകിയ കുറഞ്ഞ നിരക്കിലുള്ള ഡാറ്റയും സ്മാർട്ട് ഫോൺ വിപ്ലവവും കാരണമാണ്. 2014 1 GB ഡാറ്റയ്ക്ക് ഏകദേശം 250 രൂപ ആകുമായിരുന്നുവെങ്കിൽ ജിയോയുടെ വരവോടെ അത് ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിലേക്ക് മാറി. 1 GB 16 രൂപ. 2026ഓടെ നമ്മുടെ ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥ $1 ട്രില്യൺ കടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മുമ്പ് നമ്മൾ പൂർണ്ണമായും കൽക്കരിയെയും വിദേശ എണ്ണയെയും ഊർജ്ജ ആവശ്യത്തിന് ആശ്രയിച്ചിരുന്നുവെങ്കിൽ അദാനി, റിലയൻസ്, ടാറ്റ കമ്പനികളുടെ പദ്ധതികൾ ഊർജ്ജ സ്വയം പര്യാപ്തതയിലേക്ക് രാജ്യത്തെ നയിക്കും. 2026 ഏപ്രിലിലെ കണക്കനുസരിച്ച് ഇന്ത്യയുടെ പുനരുപയോഗ ഊർജ്ജശേഷി 274 ഗിഗാവാട്ട് കവിഞ്ഞു. അദാനി ഗ്രീൻ എനർജി മാത്രം 16.7 ഗിഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. റിലയൻസ് ഗുജറാത്തിലെ ജാംനഗറിൽ 5000 ഏക്കറിൽ നിർമ്മിക്കുന്ന ഗ്രീൻ എനർജി ഗിഗാ കോംപ്ലക്സ് ഇന്ത്യയെ പെട്രോളിയം ഇറക്കുമതി കുറയ്ക്കാൻ സഹായിക്കും. ആയുധങ്ങൾക്കായി നമ്മൾ റഷ്യയെയും അമേരിക്കയെയും കൈനീട്ടി കാത്തിരുന്ന കാലം മാറുകയും തദ്ദേശീയമായി ആയുധം നിർമ്മിക്കുകയും കയറ്റുമതി ചെയ്യുകയും ചെയ്യുന്ന രാജ്യമായത് സുരക്ഷയിലും പ്രതിരോധത്തിലും ടാറ്റയും L&Tയും റിലയൻസും മറ്റ് സ്റ്റാർട്ടപ്പുകളും ഇറങ്ങിയതുകൊണ്ടാണ്. ഇന്ത്യൻ സൈന്യം എന്ന് ഉപയോഗിക്കുന്ന K9 വജ്ര പോലെയുള്ള പീരങ്കികൾ, മിസൈൽ ലോഞ്ചറുകൾ, അത്യാധുനിക കവചിത വാഹനങ്ങൾ എന്നിവ മെയ്ഡ് ഇൻ ഇന്ത്യയാണ്. L&T നിർമ്മിച്ച പീരങ്കികളും ടാറ്റ ഗ്രൂപ്പ് നിർമ്മിക്കുന്ന അത്യാധുനിക വിമാനഭാഗങ്ങളും ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി 21,000 കോടി കടക്കാൻ സഹായിച്ചു. ഫോണുകൾക്കും കാറുകൾക്കും വേണ്ട ചിപ്പുകൾക്കായി നമ്മൾ ചൈനയെയും തായ്വാനെയും ആശ്രയിച്ചിരുന്ന കാലമുണ്ടായിരുന്നു. കേന്ദ്രം മുന്നോട്ട് വെച്ച സെമി കണ്ടക്ടർ മിഷൻ ടാറ്റയും അദാനിയും ഏറ്റെടുത്തതോടെ ഇന്ത്യ ലോകത്തിൻ്റെ ചിപ്പ് ഹബായി മാറുകയാണ്. 2026ഓടെ 10 പ്രമുഖ സെമി കണ്ടക്ടർ പ്രൊജക്റ്റുകൾക്കായി 1.6 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപമാണ് ഈ കമ്പനികൾ വഴി ഇന്ത്യയിലേക്ക് എത്തുന്നത്. ഇത് നമ്മുടെ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുടെ വില കുറയ്ക്കാനും സുരക്ഷ വർദ്ധിപ്പിക്കാനും സഹായിക്കും. അതുപോലെ ലോക നിലവാരത്തിലുള്ള ഹൈവേകൾ, വന്ദേ ഭാരത് ട്രെയിനുകൾ, അത്യാധുനിക വിമാനത്താവളങ്ങൾ എന്നിവ ഇന്ന് നമുക്ക് ലഭ്യമാകുന്നത് കേന്ദ്രത്തിനൊപ്പം തോൾ ചേർന്ന് വൻ പദ്ധതികൾ സമയബന്ധിതമായി തീർക്കാനുള്ള ആർജവം L&T പോലെയുള്ള കമ്പനികൾ പ്രകടിപ്പിക്കുന്നതുകൊണ്ടാണ്. അദാനി പോർട്സ് വഴി ഇന്ത്യയുടെ കപ്പൽ ഗതാഗതത്തിൻ്റെ 25% നടക്കുന്നു. L&Tയുടെ എഞ്ചിനീയറിംഗ് കരുത്തിൽ നിർമ്മിച്ച മെട്രോ റെയിലുകളും ഹൈവേകളും കൂറ്റൻ പാലങ്ങളും നമ്മുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ അടയാളങ്ങളാണ്. രാജ്യത്തിൻ്റെ ആന്തരികവും ബാഹ്യവുമായ സുരക്ഷയെയും സാമ്പത്തിക അടിത്തറയെയും ലക്ഷ്യം വെച്ചുകൊണ്ട് വലിയ തോതിലുള്ള അദൃശ്യ വെല്ലുവിളികൾ ഉയരുന്നത് അതുകൊണ്ടാണ്. അദാനി ഗ്രൂപ്പിന് നേരെയുള്ള ഹിൻഡൻബർഗ് പോലുള്ള നീക്കങ്ങളും നാസിക്കിലെ TCS ഓഫീസിലുണ്ടായ കോൺട്രവേഴ്സികളും കേവലം ഒറ്റപ്പെട്ട സംഭവങ്ങളായി കാണേണ്ടതില്ല എന്ന് തോന്നുന്നു. ഇന്ത്യയുടെ കോർപ്പറേറ്റ് കരുത്തിനെ ദുർബലപ്പെടുത്താനുള്ള ആസൂത്രിതമായ ശ്രമങ്ങളുടെ സൂചനകളാണ്. അത് ഏതു വഴിയുമാകാം. TCS വഴിയുള്ള IT സേവനങ്ങൾ മുതൽ പ്രതിരോധ മേഖലയിലെ ടാറ്റ അഡ്വാൻസ് സിസ്റ്റം വരെ നീളുന്ന ടാറ്റയുടെ സാന്നിധ്യം ഇന്ത്യയുടെ സോഫ്റ്റ് പവറും ഹാർഡ് പവറുമാണ്. നാസിക്കിലെ ടാറ്റ കൺസൾട്ടൻസി സർവീസിൽ ഉയർന്നു വന്ന ലൈംഗിക ആരോപണങ്ങളും മതപരമായ സമ്മർദ്ദങ്ങളും കോർപ്പറേറ്റ് സംസ്കാരത്തെ തകർക്കാനുള്ള നീക്കമായി കാണണം. ഇത്തരം സംഭവങ്ങൾ ജീവനക്കാരുടെ ആത്മവീര്യം കെടുത്തുന്നതിനും ആഗോളതലത്തിൽ ടാറ്റയുടെ പ്രതിച്ഛായ മോശമാക്കുന്നതിനും കാരണമാകും. ഇന്ത്യൻ കോർപ്പറേറ്റുകളുടെ പതനം ഇന്ത്യയുടെ പതനമായി കാണുന്ന ശക്തികൾക്ക് മുന്നിൽ നാം ജാഗരൂകരാകണം. അദാനി ഗ്രൂപ്പ് ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ മേഖലകളിൽ, അതായത് തുറമുഖങ്ങൾ, ഗ്രീൻ എനർജി എന്നിവയിൽ വലിയ നിക്ഷേപം നടത്തുന്ന ഘട്ടത്തിലാണ് അദാനിക്കെതിരെയുള്ള ആരോപണങ്ങൾ വരുന്നത്. ലക്ഷ്യം ഇന്ത്യയുടെ ഊർജ്ജ സ്വയം പര്യാപ്തത തടയുക, വിദേശ നിക്ഷേപം ഇല്ലാതാക്കുക. സെബി അന്വേഷണം നടത്തിയിട്ടും വിദേശ മാധ്യമങ്ങൾ ഈ വിഷയം വീണ്ടും വീണ്ടും ഉയർത്തുന്നത് ഇന്ത്യയുടെ റെഗുലേറ്ററി സംവിധാനങ്ങളെ അപമാനിക്കാനാണെന്ന് വിലയിരുത്തപ്പെടുന്നു. നാസിക്കിലെ ടാറ്റ കൺസൾട്ടൻസി സർവീസിൽ ഉണ്ടാക്കിയിരിക്കുന്ന പ്രശ്നങ്ങൾ കൂടുതൽ ദുരൂഹമാണ്. അതിൻ്റെ സംശയാസ്പദമായ വശം എന്തെന്നാൽ ജാതി, മതം, ലൈംഗികാരോപണം എന്നിവ കലർത്തി ടാറ്റ ഗ്രൂപ്പിൻ്റെ എത്തിക്കൽ ബ്രാൻഡിംഗ് തകർക്കാൻ ബോധപൂർവമായ ശ്രമം നടക്കുന്നു. ലക്ഷ്യം ലോകത്തെ ഏറ്റവും വലിയ IT സേവനദാതാക്കളായ ടാറ്റയുടെ വിശ്വാസ്യത ആഗോള വിപണിയിൽ തകർക്കുക. ടാറ്റ പോലെയുള്ള ഒരു പ്രസ്ഥാനത്തിൻ്റെ ആഭ്യന്തര അച്ചടക്കം തകർത്താൽ അത് ഇന്ത്യയുടെ IT കയറ്റുമതിയെ ബാധിക്കുമെന്നത് ക്ലിയർ അല്ലേ? അതുപോലെ ആപ്പിൾ ഫോൺ ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ഫോക്സ്കോൺ ഫാക്ടറികളിൽ വിവാഹിതരായ സ്ത്രീകളെ ജോലിക്കെടുക്കുന്നില്ല എന്ന തരത്തിൽ ഉയർന്നു വന്ന വിവാദങ്ങൾ ശ്രദ്ധിച്ചിരുന്നു.
ചൈനയിൽ നിന്ന് ഉൽപ്പാദനം ഇന്ത്യയിലേക്ക് മാറുന്ന ഘട്ടത്തിലാണ് ഇത്തരം മനുഷ്യാവകാശ ആരോപണങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നത്. ലക്ഷ്യം മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയെ തകർക്കുകയും വിദേശ കമ്പനികൾക്ക് ഇന്ത്യയോടുള്ള താൽപ്പര്യം കുറയ്ക്കുകയും ചെയ്യുക എന്നത് തന്നെ. തോഷിബയ്ക്ക് സംഭവിച്ചതും ഇന്ന് അദാനി ഗ്രൂപ്പിനും ടാറ്റയ്ക്കുമെതിരെ ഉയരുന്ന ആരോപണങ്ങളും തമ്മിൽ ചില സമാനതകളുണ്ട്. വേട്ടക്കാർ വ്യത്യസ്തരായിരിക്കാം, പക്ഷേ ലക്ഷ്യം ഒന്ന് തന്നെ: നാഷണൽ ചാമ്പ്യന്മാരെ തകർക്കുക. ഒരു രാജ്യം സ്വയം പര്യാപ്തത നേടുന്നത് തടയാൻ ആ രാജ്യത്തെ ഏറ്റവും ശക്തമായ കമ്പനിയെ ലക്ഷ്യം വയ്ക്കുക. തോഷിബ ജപ്പാന്റെ കരുത്തായിരുന്നതുപോലെ ടാറ്റയും റിലയൻസും അദാനിയും മഹീന്ദ്രയും വിപ്രോയും ഒക്കെ ഇന്ത്യയുടെ കരുത്താണ്. തെറ്റുകൾ ഉണ്ടോ ഇല്ലയോ എന്നതിനേക്കാൾ ആ കമ്പനി അഴിമതിക്കാരാണ് അല്ലെങ്കിൽ സുരക്ഷാ ഭീഷണിയാണ് എന്ന് ലോകത്തെ വിശ്വസിപ്പിക്കാനുള്ള നറേറ്റീവുകൾ ഉള്ളിൽ നിന്ന് തന്നെ സൃഷ്ടിച്ചെടുക്കുക, അത് പ്രചരിപ്പിക്കുക. എന്തുകൊണ്ടെന്നാൽ ഇന്ത്യൻ കോർപ്പറേറ്റുകൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഗവൺമെൻറ് ഇതര തൊഴിൽ ശൃംഖലയാണ്. നോൺ ഗവൺമെൻറ്റൽ എംപ്ലോയ്മെൻറ്റ് മെഷീൻ. കോടിക്കണക്കിന് ഇന്ത്യൻ കുടുംബങ്ങളുടെ പ്രധാന വരുമാനമായി നേരിട്ടും അല്ലാതെയും ഈ ഗ്രൂപ്പുകൾ മാറിയിരിക്കുന്നു. ഈ കോർപ്പറേറ്റുകളുടെ സ്വാധീനം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ ചില കണക്കുകൾ പറയാം. 10 ലക്ഷത്തിലധികം വരുന്ന തൊഴിൽ സേനയാണ് ടാറ്റ ഗ്രൂപ്പ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ തൊഴിൽ ദാതാവാണ് ടാറ്റ ഗ്രൂപ്പ്. 2025-26 സാമ്പത്തിക വർഷത്തെ കണക്കനുസരിച്ച് ലോകമെമ്പാടുമായി 11.5 ലക്ഷത്തിലധികം ആളുകൾ ടാറ്റയിൽ ജോലി ചെയ്യുന്നു. 6 ലക്ഷത്തോളം എംപ്ലോയീസിനാണ് TCS വരുമാനം തുറന്നിടുന്നത്, അതും ലോകോത്തര സൗകര്യങ്ങളോടെ. ഓരോ വർഷവും 40,000 മുതൽ 45,000 വരെ ഫ്രഷേഴ്സിന് ഇവർ ജോലി നൽകുന്നു. ഡിജിറ്റൽ റീറ്റെയിൽ വിപ്ലവം തുറന്നിട്ട മുകേഷ് അംബാനിയുടെ റിലയൻസ് ഇന്ന് 4 ലക്ഷത്തിലധികം പേർക്ക് നേരിട്ട് തൊഴിൽ നൽകുന്നു. ഇന്ത്യയിൽ ഏറ്റവും വേഗത്തിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന കോർപ്പറേറ്റാണ് റിലയൻസ്. ജിയോ നേരിട്ടുള്ള തൊഴിലവസരങ്ങൾക്ക് പുറമെ ഗിഗ് എക്കോണമി, ടെലികമ്മ്യൂണിക്കേഷൻസ് മേഖലകളിലായി ഏകദേശം 50 ലക്ഷം പരോക്ഷ തൊഴിലുകൾ സൃഷ്ടിക്കുന്നു. ഇന്ത്യയുടെ ഇൻഫ്രാ മേഖലയിലെ പ്രധാന പ്ലെയറായ L&T അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെയും പ്രതിരോധ മേഖലയുടെയും നട്ടെല്ലാണ്. ഏകദേശം 3,37,000 പേർക്കാണ് അവർ തൊഴിൽ നൽകുന്നത്. ഹൈസ്പീഡ് റെയിൽ, മെട്രോ സംവിധാനങ്ങൾ, പ്രതിരോധ നിർമ്മാണം തുടങ്ങിയ വമ്പൻ പദ്ധതികൾ ഏറ്റെടുക്കുന്നതിലൂടെ സബ് കോൺട്രാക്ടർമാരും വെണ്ടർമാരും വഴി 10 ലക്ഷത്തിലധികം പരോക്ഷ തൊഴിലാളികൾക്ക് ഇവർ താങ്ങാകുന്നു. ലോജിസ്റ്റിക്സ് മേഖലകളിൽ ഏറ്റവും വേഗത്തിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന അദാനി ഗ്രൂപ്പ് തുറമുഖങ്ങൾ, വിമാനത്താവളങ്ങൾ, പവർ പ്ലാന്റുകൾ എന്നിവയുടെ ശൃംഖലയിലൂടെ 1 ലക്ഷത്തിലധികം നേരിട്ടുള്ളതും പരോക്ഷവുമായ തൊഴിലുകൾ ഇവർ ഉറപ്പാക്കുന്നു. ഗുജറാത്തിലെ ജാംനഗറിലും മറ്റും നിർമ്മിക്കുന്ന ഗ്രീൻ എനർജി ഗിഗാ കോംപ്ലക്സുകൾ വഴി 2026 അവസാനത്തോടെ 10,000 സാങ്കേതിക വിദഗ്ധർക്ക് പുതുതായി ജോലി ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. രാജ്യത്തിൻ്റെ കരുത്തുറ്റ ടാറ്റ, റിലയൻസ്, അദാനി, മഹീന്ദ്ര, L&T, ബിർള തുടങ്ങിയ മുൻനിര ഗ്രൂപ്പുകളെ ആകെ നോക്കിയാൽ 3 കോടിയോളം കുടുംബങ്ങളെ പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലും അവർ പോറ്റുന്നു. ഈ കോർപ്പറേറ്റുകൾക്കെതിരെ ആക്രമണം നടക്കുമ്പോൾ അത് വെറും ശതകോടീശ്വരന്മാർക്കെതിരെയുള്ള നീക്കമല്ല, മറിച്ച് അവരെ ആശ്രയിച്ച് കഴിയുന്ന കോടിക്കണക്കിന് ഇന്ത്യക്കാരുടെ നിത്യജീവിതത്തിനും നേരെയുള്ള കടന്നുകയറ്റമാണ്. ഈ യന്ത്രം തകർന്നാൽ ഇന്ത്യയുടെ സാമ്പത്തിക വണ്ടി അവിടെ നിൽക്കും. അതുകൊണ്ട് ജാഗ്രതാകുക. ഇന്ന് ഇന്ത്യ IT, സെമി കണ്ടക്ടർ, എനർജി, ഡിഫൻസ്, മാനുഫാക്ചറിംഗ്, ലോജിസ്റ്റിക്സ്, ഇൻഫ്രാസ്ട്രക്ചറുകളിൽ കുതിച്ചുചാട്ടം നടത്തുകയാണ്. ഈ മേഖലകളിൽ ഓരോ ദിവസവും ചടുലമായ വികസന പദ്ധതികൾ രാജ്യത്ത് നടക്കുന്നു. എന്നത്തേക്കാളുമേറെ ലക്ഷ്യം വികസിത രാജ്യമെന്ന മഹാസങ്കല്പമാണ്. ഈ സാഹചര്യത്തിൽ പല ഗ്രൂപ്പുകൾക്കും, അയൽക്കാർക്കും, വിദേശ രാജ്യങ്ങൾക്കും, മൾട്ടിനാഷണൽ കമ്പനികൾക്കും ഇന്ത്യ ഒരു വലിയ വെല്ലുവിളിയാണ്. അതുകൊണ്ട് തന്നെ നാസിക്കിലെ TCS വിവാദമോ അദാനി ഗ്രൂപ്പിന് നേരെയുള്ള സാമ്പത്തിക ആരോപണങ്ങളോ വെറും വിവാദമല്ല. അവ ഇന്ത്യയുടെ വളർച്ചയെ തടയാനുള്ള മോഡേൺ എക്കണോമിക് വാർഫെയറിൻ്റെ ഭാഗമാണെന്ന് കരുതിയാൽ തെറ്റുപറയാനാകില്ല. മഹീന്ദ്ര, വിപ്രോ, ഇൻഫോസിസ്, വേദാന്ത, ബിർള, ജിൻഡാൽ, സോഹോ കോർപ്പറേഷൻ തുടങ്ങിയവരൊക്കെയും നാളെ നോട്ടപ്പുള്ളികളാകാം. എല്ലാ കോർപ്പറേറ്റ് കമ്പനികൾക്കും അവരുടേതായ ഇന്റേണൽ സെക്യൂരിറ്റി സംവിധാനങ്ങളുണ്ട്. എന്നാൽ അതിലുപരിയായി സുരക്ഷാ ജാഗ്രത ആവശ്യപ്പെടുന്ന കാലമാണിത്. കാരണം കോർപ്പറേറ്റുകളെ ഈ രാജ്യത്തിന് നിങ്ങളെ ആവശ്യമുണ്ട്. നമുക്ക് ഒരു ലക്ഷ്യമുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഡിറ്റോറിയൽ ഇൻസൈറ്റ്സിലേക്ക് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് channeliam.com. സംരംഭകത്വം, സ്റ്റാർട്ടപ്പ് ഡെവലപ്മെൻറ്റ് ന്യൂസുകൾക്കായി channeliam.com സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ.